ഫേസ്ബുക്കിലും മെസഞ്ചറിലും കൗമാരക്കാരുടെ അക്കൗണ്ടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഒരുങ്ങുകയാണ് മെറ്റ. കഴിഞ്ഞ വർഷം കമ്പനി ഇൻസ്റ്റഗ്രാമിൽ ഇത്തരം ഫീച്ചറുകൾ അവതരിപ്പിച്ചിരുന്നു. ഇവ ഇനി മുതൽ ഫേസ്ബുക്കിലും മെസഞ്ചറിലും ലഭ്യമാക്കാനാണ് കമ്പനി ഒരുങ്ങുന്നത്. കൗമാരക്കാർക്ക് ആർക്കൊക്കെ സന്ദേശങ്ങൾ അയക്കാമെന്നും അവർക്ക് ഏതുതരം ഉള്ളടക്കം കാണാമെന്നും നിർണ്ണയിക്കുന്നതിനുൾപ്പെടെ ഈ അക്കൗണ്ടുകളിൽ വലിയ സുരക്ഷാ ഫീച്ചറുകൾ ഉണ്ടായിരിക്കും. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഫേസ്ബുക്കിലും മെസഞ്ചറിലും അക്കൗണ്ടുകൾ സൃഷ്ടിക്കുമ്പോൾ അവ ടീൻ അക്കൗണ്ടുകളിൽ ഉൾപ്പെടും. അവർക്ക് എന്തെങ്കിലും ക്രമീകരണങ്ങൾ മാറ്റണമെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ അനുമതി വാങ്ങേണ്ടി വരും. കഴിഞ്ഞ വർഷം ഇൻസ്റ്റഗ്രാമിൽ ആരംഭിച്ച ടീൻ അക്കൗണ്ടുകൾ 13 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കൗമാരക്കാർക്ക് സുരക്ഷിതമായ അനുഭവം നൽകുന്നതിനും മാതാപിതാക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഈ സവിശേഷത അവതരിപ്പിച്ചതിനു ശേഷം 13നും 15നും ഇടയിൽ പ്രായമുള്ള 97% ഉപയോക്താക്കളും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ മാറ്റിയിട്ടില്ലെന്ന് മെറ്റ പറയുന്നു. കുട്ടികൾ ഈ ഫീച്ചർ സ്വീകരിക്കുന്നുണ്ടെന്നും ഇത് ഫലപ്രദമാണെന്നും കമ്പനി ഒരു ബ്ലോഗ് പോസ്റ്റിൽ പറഞ്ഞു. ഈ അപ്ഡേറ്റുകൾ ഇൻസ്റ്റഗ്രാമിലെ കൗമാരക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും മെറ്റ പറഞ്ഞു. ഇപ്പോൾ മെറ്റ ഫേസ്ബുക്കിനും മെസഞ്ചറിനും ഇതേ പരീക്ഷണങ്ങൾ നൽകുന്നു. ഫേസ്ബുക്കിലും മെസഞ്ചറിലും ടീൻ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുന്നത് കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ മാതാപിതാക്കളെ സഹായിക്കും. അനുചിതമായ ഉള്ളടക്കത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനും അപരിചിതരുമായി ബന്ധപ്പെടുന്നത് തടയുന്നതിനും ആരോഗ്യകരമായ ഓൺലൈൻ ശീലങ്ങൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നതിനും ഇൻസ്റ്റഗ്രാമിന് സമാനമായ സുരക്ഷാ സവിശേഷതകൾ ഈ അക്കൗണ്ടുകളിൽ ഉണ്ടായിരിക്കും. കൗമാരക്കാരുടെ പോസ്റ്റുകൾ ആർക്കൊക്കെ ടാഗ് ചെയ്യാമെന്നും കമന്റ് ചെയ്യാമെന്നും ഈ ഫീച്ചർ പരിമിതപ്പെടുത്തും. ഇതിനായി ടീൻ അക്കൗണ്ടുകളിൽ സ്വകാര്യതാ നിയന്ത്രണങ്ങൾ സജ്ജീകരിച്ചിരിക്കും. നേരിട്ടുള്ള സന്ദേശം അയക്കൽ ഫീച്ചറുകളും പരിമിതപ്പെടുത്തിയിരിക്കും. അതായത് കൗമാരക്കാർക്ക് തങ്ങളുടെ ഫേസ്ബുക്ക് മെസഞ്ചർ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നേരത്തെ അറിയാവുന്ന ആളുമായി മാത്രമേ സംസാരിക്കാൻ സാധിക്കൂ. ടീൻ അക്കൗണ്ടുകളിൽ സെൻസിറ്റീവ് കണ്ടന്റ് ഫിൽറ്ററുകൾ ഡിഫോൾട്ടായി സജ്ജീകരിച്ചിരിക്കും. മാതാപിതാക്കളിൽ നിന്നുള്ള ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളെന്ന് മെറ്റ പറയുന്നു. കമ്പനി അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ യുഎസിലെ 94% രക്ഷിതാക്കളും കൗമാര അക്കൗണ്ടുകൾ സഹായകരമാണെന്ന് വിശ്വസിക്കുന്നു. 85% പേർ പറയുന്നത് ഈ പരീക്ഷണങ്ങൾ തങ്ങളുടെ കുട്ടികൾക്ക് ഓൺലൈനിൽ മികച്ച അനുഭവങ്ങൾ ഉറപ്പാക്കുന്നുവെന്നാണ്. ഈ മാസം മുതൽ US, UK, ഓസ്ട്രേലിയ, കാനഡ എന്നിവിടങ്ങളിൽ കൗമാര അക്കൗണ്ടുകൾ ലഭ്യമാകും. താമസിയാതെ ആഗോളതലത്തിലേക്ക് ടീൻ അക്കൗണ്ടുകൾ വ്യാപിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 16 വയസ്സിന് താഴെയുള്ള ഉപയോക്താക്കളുടെ അക്കൗണ്ടുകൾ ഡിഫോൾട്ടായി പ്രൈവറ്റ് മോഡിൽ പ്രവർത്തിക്കും. അപരിചിതർക്ക് ഫോളോ ചെയ്യാനോ സന്ദേശം അയക്കാനോ നിയന്ത്രണമുണ്ട്. ലൈവ് സ്ട്രീമിംഗിന് നിയന്ത്രണമുണ്ടാകും. ആക്രമണ അശ്ലീല ഉള്ളടക്കങ്ങൾ ഫിൽട്ടർ ചെയ്യുന്ന സെൻസിറ്റീവ് കണ്ടന്റ് കൺട്രോൾ ഉണ്ട്. ദിവസത്തിൽ 1 മണിക്കൂർ ഉപയോഗത്തിന് ശേഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. രാത്രി 10 മുതൽ രാവിലെ 7 വരെ സ്ലീപ്പ് മോഡിലാവും. ആ സമയം നോട്ടിഫിക്കേഷനുകൾ നിശബ്ദമായിരിക്കും. എക്സ്പ്ലോർ, റീൽസ് വിഭാഗങ്ങളിലും ഉള്ളടക്ക നിയന്ത്രണമുണ്ട്. ബോട്ടോക്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി പോലുള്ള ഉള്ളടക്കങ്ങൾ വരെ ബ്ലോക്ക് ചെയ്യും. രക്ഷിതാക്കൾക്ക് ഫാമിലി സെന്റർ വഴി ഉപയോഗ രീതികൾ മോണിറ്റർ ചെയ്യാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.